മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളെ കുറിച്ച് വലിയ ആക്ഷേപം. ഉമർ മൗലവി അസം മുസ്ലിയാർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അസം മുസ്ലിയാരെ അസ്ലിം തസ്ലം എന്ന് പറഞ്ഞു പോയി. അസം മുസ്ലിയാരോട് മുസ്ലിമാവാൻ പറഞ്ഞിട്ടുണ്ട് ഉമർ മൗലവി. അത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറയേണ്ടില്ലായിരുന്നു. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോ യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂത്താപ്പാവൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് പറഞ്ഞപ്പോ അബൂജാഹിലും കൂട്ടരും പറഞ്ഞു മുഹമ്മദിന്റെ മതം സ്വീകരിക്കണ്ട, തോന്നിവാസാണ്, മാറിന്നോ അല്ലേ? അള്ളാന്റെ റസൂലിന്റെ പാരമ്പര്യമാണ് ഉമർ മൗലവി സ്വീകരിച്ചത്. എന്റെ ഈ പദപ്രയോഗം കടുത്ത പ്രയോഗമാണെന്ന് ആരും ധരിക്കണ്ട. ഈ അസം മുസ്ലിയാരൊക്കെ എന്താണ് ഈ കേരള ജനതയ്ക്ക് നൽകിയത് എന്നറിയാമോ? ഒരാള് അള്ളാന്റെ ഖുർആനിലും പ്രവാചകന്റെ വചനങ്ങളിലുമുള്ള കാര്യം സലഫുസ്സാലിഹികളായ ഇമാം ഷാഫിയും ഹനഫിയും ഹംബലിയും മാലിക്കിയും പോലെയുള്ള മുജ്തഹിദുകളായ പണ്ഡിതന്മാരും സലഫുകളും എങ്ങനെ വ്യാഖ്യാനിച്ചോ അതുപോലെ വ്യാഖ്യാനിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സലഫി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ മുത്തന്നൂരിലെ ഒരു സഹോദരൻ, മുത്തന്നൂരിലെ മൊല്ലാക്കയെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ മനുഷ്യന്റെ മയ്യത്ത്, ആ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ കാഫിറാണ്, അവന്റെ മയ്യത്ത് ഈ പള്ളിപ്പറമ്പിൽ കബറടക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് 6 ദിവസം മുത്തന്നൂരിലെ ഒരു മുസ്ലിം സഹോദരന്റെ മയ്യത്ത് കൊണ്ട് പന്ത് കളിച്ച ആളുകളാ പറയുന്നത്. അസം മുസ്ലിയാർക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. നല്ല കാര്യമാ. കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രമൊന്ന് വായിക്കണമെന്ന് വിനയത്തോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ആ സഹോദരന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ വലിയ ആക്രമം അയച്ചുവിടുന്നു. സാധാരണക്കാരായ ആളുകൾ ആ മയ്യത്ത് അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കുന്നു. ആരുടെ വാക്ക് കേട്ടിട്ടാണ്? ഈ പണ്ഡിതന്മാരുടെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അന്നത്തെ സാധാരണക്കാരായ ആളുകൾ ഒരു മനുഷ്യന്റെ മയ്യത്ത്, ആ മനുഷ്യന് മാതാവും പിതാവും സന്തതികളും ഭാര്യമാരും കൂട്ടുകുടുംബാദികളുമുണ്ട്, അവർ മുഴുവനും 6 ദിവസത്തോളം കണ്ണീർ കടലിൽ വിതുമ്പിക്കരയുന്ന ഒരു മനുഷ്യന്റെ മയ്യത്ത് മണ്ണിൽ കബറടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെയുള്ള കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം ഭീകരമായ രംഗം സൃഷ്ടിച്ച ആളുകളോട് ഉമർ മൗലവി അസ്ലിം തസ്ലം, നീ മുസ്ലിമാവുക രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒരു വലിയ അപകടമൊന്നും കാണേണ്ടതില്ല. അസം മുസ്ലിയാരോട് ഉമർ മൗലവി ചെയ്തത് എന്താണെന്നറിയാമോ? നിങ്ങൾ രക്ഷപ്പെടണം, സ്വർഗത്തിലെത്തണമെന്നാണ്. എന്നാൽ നിങ്ങൾക്കറിയുമോ ഉള്ളാളം തങ്ങൾ ഈക്കയെ പറ്റി പറഞ്ഞത് എന്താണ്? വഖദ് വല്ല വഖദ് കഫറ, അദ്ദേഹം പിഴച്ചുപോയി കാഫിറായിരിക്കുന്നു. ഉള്ളാളം തങ്ങൾ ഈക്കയോട് മുസ്ലിമാവാനല്ല പറഞ്ഞത്, നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. വെളിയങ്കോട് ഉമർ മൗലവി അസം മുസ്ലിയാരോട് പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാ. മാത്രവുമല്ല, ഇസ്ഹാഖ് മൗലവിക്കുള്ള അബു ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവിക്കുള്ള ഒരു പരാതി, അസം മുസ്ലിയാർക്ക് കത്തയച്ചപ്പോ അതിലൊരു സലാം വെച്ചില്ല. നിങ്ങൾ എന്തിനെ APK ഭിന്നിച്ചത്? വഹാബിയാളോട് സലാം പറയാൻ പറ്റുമോ പറ്റൂലേ എന്ന് പറഞ്ഞാലേ പ്രശ്നം ഉണ്ടായത്. അള്ളാന്റെ റസൂല് വേദക്കാർക്ക് കത്തയച്ചപ്പോ സലാമുൻ അലാ മൻ തബൽ ഹുദാ എന്നും പറഞ്ഞിട്ടെങ്കിലും സലാം വെച്ചിരുന്നു. അസം മുസ്ലിയാർക്ക് ഉമർ മൗലവി കത്തയച്ചപ്പോ അങ്ങനെ ഒരു സലാമും വെച്ചില്ല. അങ്ങനെ സലാം വെച്ചാൽ എന്താ പറയാ? ക്രിസ്ത്യാനികൾക്ക് കത്തയച്ചമാര് സലാം വെച്ചു എന്ന് പറയും. അതാണ്, അത് വെച്ചാൽ ഇങ്ങനെ വെച്ചു എന്ന് പറയും, വെച്ചില്ലെങ്കിൽ വെച്ചില്ല എന്ന് പറയും. പണ്ടൊരാൾ പള്ളിയിൽ ഇങ്ങനെ കടന്നിറങ്ങാമോ എല്ലാക്ക, കള്ളം കയറി വന്നിട്ട് പറഞ്ഞു ഇളകിയാ കുത്തുന്നറിഞ്ഞു. അപ്പൊ ഇളകാതെ കടന്നു നോക്കി, എന്നാലും കുത്തുന്നറിഞ്ഞു, ഒറ്റ ഓട്ട. ഈ രൂപത്തിലാണ് ഇവരുടെ പ്രതികരണങ്ങൾ. എന്ത് ചെയ്താലും അതിനെ മുഴുവനും കണ്ണടച്ചാക്ഷേപിക്കുക. സലാം വഹാബികൾ സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പിന്നെ സലാം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരിതപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, EK ഹസൻ മുസ്ലിയാരോട് ഉമർ മൗലവി ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ കാരണം അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ അദ്ദേഹത്തോടുള്ള പ്രതിഷേധം കൊണ്ടല്ല. എന്നാൽ അപ്പുറത്തുള്ള ആളുകൾ നിങ്ങൾക്കറിയില്ലേ, മുത്തന്നൂർ പള്ളിക്കേസ് നടക്കുമ്പോ CP അബൂബക്കർ മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി കോടതിയിൽ വാദിക്കാൻ വന്ന എന്തിനാണെന്നറിയോ? ഈ കേരളത്തിലെ മുജാഹിദുകൾ മുസ്ലിങ്ങളാണ്, കാഫറുകളല്ല, അവരുടെ മയ്യത്ത് മുസ്ലിങ്ങളുടെ മക്ബറയിൽ മറമാടണം എന്ന് വാദിക്കാൻ വേണ്ടി 11 ദിവസത്തോളം കോടതിയിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്ത് CP അബൂബക്കർ മൗലവി മറുപടി പറഞ്ഞു. അപ്പൊ CP അബൂബക്കർ മൗലവി കോടതിയോട് പറഞ്ഞു,
മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾക്കും നമ്മെ സഹായിക്കാൻ കഴിയില്ല നമ്മൾ സൽക്കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ. അള്ളാന്റെ റസൂല് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, യാ ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. ഫാത്തിമ, നിന്റെ ശരീരം നീ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം, എനിക്ക് നാളെ പാരത്രീക ലോകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എന്ന് കോടതിയുടെ മുമ്പിൽ CP അബൂബക്കർ മൗലവി പറഞ്ഞപ്പോ അപ്പുറത്ത് സമസ്തയുടെ മൗലവിമാര് പറഞ്ഞത് എന്താണെന്നറിയോ? അന്ന് ഫാത്തിമ കാഫിറായിരുന്നു. ഇല്ലേ? ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമെന്ന് വിശേഷിപ്പിച്ച ഫാത്തിമ ബീവിയെ പോലും കാഫിറാക്കാൻ ധൈര്യം കാണിച്ച ആളുകൾ ഉമർ മൗലവി ഇങ്ങനെ ഒരു കത്തയച്ചു എന്ന് പറഞ്ഞ് ബേജാറാവേണ്ട ഒരു കാര്യമില്ല എന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞു.